ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ യൂണിറ്റിലെ ദ ടോയ്ലറ്റ് എന്ന് പറയുന്ന പാഠത്തിലെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ്, ഒരു കോൺവെർസേഷനാണ്. എം ലോപ്പയും തൻ്റെ സിസ്റ്റർ ഐറീനും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമുള്ളവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പം നമുക്ക് ആദ്യം ഇത് ടെക്സ്ച്വൽ ആക്ടിവിറ്റി കൂടിയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതിനുശേഷം കോൺവെർസേഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്: എം ലോപ്പെ ഹാസ് എ കോൺവെർസേഷൻ വിത്ത് ഹർ സിസ്റ്റർ ഓൺ ദ ഹൊറിഫൈങ് എക്സ്പീരിയൻസ് ഓഫ് ഹർ എൻകൗണ്ടർ വിത്ത് ഡോഗ്സ്. അപ്പോൾ ഈ നായയുടെ മുമ്പിൽപ്പെട്ട ഈ ഒരു അനുഭവത്തെക്കുറിച്ച് എം ലോപ്പയും അവരുടെ സിസ്റ്ററായ ഐറീനും തമ്മിലുള്ള ഒരു സംഭാഷണം. അപ്പോൾ പരീക്ഷയ്ക്ക് 5 മാർക്കിൻ്റെ അല്ലെങ്കിൽ 6 മാർക്കിൻ്റെ ഒരു ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതാണ് കോൺവെർസേഷൻ. എം ലോപ്പെ: യു വോണ്ട് ബിലീവ് വാട്ട് ഹാപ്പൻഡ് ടുഡേ. ദോസ് ഡോഗ്സ് നിയർലി സ്കെയർഡ് മീ ടു ഡെത്ത്. എന്നെ ഇന്ന് നടന്ന ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല. എന്നെ ഈ നായ്ക്കൾ വല്ലാതെ പേടിപ്പിച്ചു കളഞ്ഞു. സിസ്റ്റർ: വാട്ട് ഡു യു മീൻ? വാട്ട് ഹാപ്പൻഡ്? നീ എന്താണ് പറയുന്നത്? എന്താണ് സംഭവിച്ചത്? എം ലോപ്പെ: I was waiting outside reading when the dogs saw me. They started barking and wouldn't stop. അല്ല, നീ വരുന്നത് കാത്തുകൊണ്ട് ഇതിന് പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നേരം പോകാൻ വേണ്ടി ഞാനൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ നായ്ക്കൾ എന്നെ കണ്ടത്. അവർ എൻ്റെ അടുത്തേക്ക് വരികയും നിർത്താതെ കുരയ്ക്കുകയും ചെയ്തു. സോ സിസ്റ്റർ പറയാണ്: ഓ നോ, ഡിഡ് ദേ കം ക്ലോസ് ടു യു? നിൻ്റെ അടുത്തേക്ക് വന്നോ? എം ലോപ്പെ: യെസ്, ദേ വർ റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. എൻ്റെ തൊട്ട് മുമ്പിലുണ്ടായിരുന്നു. ഗ്രൗളിങ്, അല്ലേ, കുറച്ചുകൊണ്ട്. ഐ കുഡിൻ മൂവ് അറ്റ് ഓൾ. എനിക്ക് അനങ്ങാൻ പറ്റിയില്ല. ഐ തോട്ട് ദേ വർ ഗോയിങ് ടു ബൈറ്റ് മീ. ഞാൻ വിചാരിച്ചു എന്നെ ഇപ്പം കടിക്കുമെന്ന്. സിസ്റ്റർ: ദാറ്റ് സൗണ്ട്സ് ടെറിഫൈങ്. വാട്ട് ഡിഡ് യു ഡു? ഇതാകെ പേടിപ്പിക്കുന്ന ഒരു സംഭവമാണല്ലോ. എന്നിട്ട് നീ എന്ത് ചെയ്തു? എം ലോപ്പെ: ഐ ജസ്റ്റ് സ്റ്റേഡ് സ്റ്റിൽ. ഞാൻ അവിടെ അനങ്ങാതെ അവിടെ നിന്നു. ഹോപ്പിംഗ് ദേ വുഡിൻ്റ് അറ്റാക്ക്. അനങ്ങാതിരുന്നാൽ അവർ ആക്രമിക്കില്ല എന്ന് വിചാരിച്ച് ഞാൻ അനങ്ങാതെ അവിടെ ഇരുന്നു. ദെൻ ദ മാഡം കെയിം ഔട്ട് ആൻഡ് കോൾ ഫോർ യു. വെൻ ഷീ സോ മീ ഷീ ടോൾഡ് മീ ടു ലീവ്. അപ്പോഴാണ് മാഡം ഈ നായ്ക്കളുടെ കുര കേട്ട് അങ്ങോട്ടേക്ക് വന്നത്. നിന്റെ പേര് വിളിച്ചുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വന്നത്. എന്നെ കണ്ടപ്പോൾ അവരെന്നോട് അവിടെ നിന്ന് വേഗം പൊയ്ക്കോളാൻ പറഞ്ഞു. സിസ്റ്റർ: ഐ ആം സോ സോറി യു ഹാഡ് ടു ഗോ ത്രൂ ദാറ്റ്. നിനക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതിൽ ഞാൻ വളരെ വിഷമിക്കുന്നു. എനിക്ക് സങ്കടമുണ്ട്. ഐ ഷുഡ് ഹാവ് ബീൻ ദെയർ വിത്ത് യു. നിന്റെ കൂടെ ഞാനും ഉണ്ടാകണമായിരുന്നു. ഡിഡ് ഷീ സേ എനിത്തിങ് എൽസ്? നിന്നെ വഴക്ക് പറയുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? എം ലോപ്പെ: ഷീ ആസ്ക്ഡ് വൈ ഐ വാസ് ദെയർ. എന്തിനാണ് നിങ്ങൾ വന്നതെന്ന് എന്നോട് ചോദിച്ചു. ഐ ടോൾഡ് ഹെർ ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു. അപ്പം ഞാൻ പറഞ്ഞു, നീ വരുന്നത് കാത്തുകൊണ്ട് ഇരിക്കുകയാണ്, ഐറീനെ വെയിറ്റ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞു. ആൻഡ് ഷീ സെഡ് ഐ ഷുഡ് ഗോ ഹോം ആൻഡ് ഷീ വുഡ് ഗിവ് യു എ മെസ്സേജ്. അപ്പം എന്നോട് പറഞ്ഞു, വീട്ടിൽ പോയിക്കോളൂ, അവൾ വരുമ്പോൾ ഒരു മെസ്സേജ് അറിയിക്കാം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. സിസ്റ്റർ: ദാറ്റ്സ് എ റിലീഫ്. അത്രേ പറഞ്ഞുള്ളൂ, അതൊരു സമാധാനം. ഐ എം ഗ്ലാഡ് ഷീ ഡിഡ്ന്റ് ഗെറ്റ് ടു ആംഗ്രി. അല്ലേ, അധികം ദേഷ്യപ്പെടാത്തതിൽ സന്തോഷമുണ്ട്. ബട്ട് വി നീഡ് ടു ബി മോർ കെയർഫുൾ. നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഐ ഡോണ്ട് വാണ്ട് യു ടു ഗോ ത്രൂ സംതിങ് ലൈക്ക് ദാറ്റ് അഗെയിൻ. ഇങ്ങനൊരു അനുഭവം നിനക്ക് ഇനി ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എം ലോപ്പെ: ഐ നോ, ഐ ജസ്റ്റ് വിഷ് വി ഡിഡ്ന്റ് ഹാവ് ടു ഹൈഡ് ലൈക്ക് ദിസ്. അപ്പോൾ എനിക്ക് തോന്നുകയാണ്, ഇങ്ങനെ ഒളിച്ചിരുന്ന് നമുക്ക് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും? ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? ഇറ്റ്സ് സോ സ്ട്രെസ്ഫുൾ. വലിയൊരു മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒളിച്ചും പാത്തും എന്നും കയറി വരിക, അതുപോലെ ഇവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കുക എന്നൊക്കെ ഉള്ളത്. സിസ്റ്റർ: മീ ടു. അതെ, എനിക്കറിയാം, എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ബട്ട് വി വിൽ ഫിഗർ സംതിങ് ഔട്ട്. നമുക്ക് വേറെ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കണം. ജസ്റ്റ് പ്രോമിസ് മീ യു വിൽ സ്റ്റേ സേഫ് ആൻഡ് അവോയ്ഡ് ദോസ് ഡോഗ്സ് ആസ് മച്ച് ആസ് യു ക്യാൻ. അപ്പോൾ എനിക്കൊരു വാക്ക് തരിക, നീ ഇനി കുറച്ചുകൂടി നന്നായിട്ട് ശ്രദ്ധിക്കും, അതുപോലെ സേഫായിട്ടിരിക്കും, നായ്ക്കളുടെ മുൻപിൽ പെടാതിരിക്കാൻ ശ്രമിക്കും എന്നൊക്കെ എനിക്കൊരു പ്രോമിസ് തരാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ കോൺവെർസേഷൻ അവസാനിപ്പിക്കാം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഇത് പരീക്ഷയ്ക്ക് 5 മാർക്കിൻ്റെയോ 6 മാർക്കിൻ്റെയോ ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ എത്ര മാർക്കാണ് അതിനനുസരിച്ചുള്ള അത്രയും എക്സ്ചേഞ്ചുകൾ നമ്മൾ ഈ ഒരു കോൺവെർസേഷനിൽ ഉൾപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.